അസ്സലാമലൈക്കും. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് എന്താ മോനോനെ കാണിച്ച എന്താണെന്നറിയാം. മോനോൻ്റെ ബർത്ത്ഡേ ആണ്, മേറാജിൻ്റെ അന്ന് രാത്രി ആണ് കേട്ടോ. മോനെ 3 വയസ്സായി. മോനോന് കുറച്ച് മധുരമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നോമ്പും കൂടിയല്ലേ, അപ്പോൾ സേമിയ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സേമിയ പായസം ഉണ്ടാക്കാണ് കേട്ടോ. ആഘോഷിക്കണമെന്നില്ല, ആഘോഷമൊക്കെ പിന്നീട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് എനിക്ക് ക്ഷണമുണ്ട്. അപ്പോൾ അവൾ കേക്ക് മേക്കറാണ്. അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട്, അപ്പോൾ അവൾ സ്ഥലത്തില്ല, നാട്ടിലില്ല. അവൾ അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി വെച്ചു. അപ്പോൾ കുറേ ആയി നീ വാന്ന് പറയുന്നു. അപ്പോൾ അവൾ പുതിയ വീടൊക്കെ വെച്ച് താമസമായതിൻ്റെ ശേഷം ഞാൻ പോയിട്ടില്ല, കണ്ടിട്ടില്ല. ഞങ്ങൾ കുറേ വർഷങ്ങൾക്ക് ശേഷമല്ലേ പിന്നെ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ആഘോഷമൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മതിയെന്ന് വെച്ചു. ഞാൻ മോനസിന് ഡ്രസ്സ് എടുത്തിട്ടോ, പക്ഷെ മോനസ് പിന്നെ ഉറങ്ങിപ്പോയി. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഡ്രസ്സൊന്നും ഇട്ടെടുത്തിട്ടില്ല, അവൻ അപ്പോഴത്തേക്കും ഉറങ്ങി. പിന്നെ നോമ്പായതുകൊണ്ട് തന്നെ ഇവിടെ പൊറാട്ടയ്ക്ക് ഓർഡർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ തിരക്കിലാണ്, പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഇത്തിരി വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അപ്ലോഡ് ആക്കാൻ നോക്കിയപ്പോൾ നെറ്റും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ഇന്ന് അപ്ലോഡ് ആക്കുകയാണ് ഞാൻ. രാത്രി ഞാനും ക്ഷീണത്തിൽ പെട്ടെന്ന് കിടന്നുറങ്ങിപ്പോയി. ഇപ്പോൾ വീഡിയോ ഇടാൻ പറ്റിയില്ല, വീഡിയോ ഇട്ടിട്ടുമില്ല. ബാക്കി കൂടി വീഡിയോയിൽ ആഡ് ചെയ്ത് ഞാൻ ഇടാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ നെയ്യൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്, മുന്തിരിയാണ്. അപ്പോൾ ആദ്യം മുന്തിരി വറുത്തെടുക്കട്ടെ, സേമിയൊക്കെ വറുത്തിട്ട് വെച്ചു. അപ്പോൾ ഈ നെയ്യ് ഞാൻ കാണിച്ചു തന്ന നെയ്യല്ലേ, അത് ഞാനിവിടെ ഉണ്ടാക്കിയതാണ്. പശുവും പാലാണ് കടയിലേക്ക് വാങ്ങിക്കുന്നത്. അപ്പോൾ പാലിൻ്റെ നെയ്യ് പാടെടുത്ത് വെച്ചിട്ട് അത് മിക്സിയിലിട്ടടിച്ച് തൈരൊന്നും കൂടി എടുത്തിട്ട് ഉരുക്കി സൂക്ഷിച്ച നെയ്യാണ് കേട്ടോ. അത് വാങ്ങിച്ചതല്ല. അപ്പോൾ ഞാനത് ഉരുക്കി കുപ്പിയിലാക്കി വെച്ചാണ്. പക്ഷെ അതൊന്നും വീഡിയോ എടുത്തിടാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ പിന്നെ ഒരു ദിവസം വീഡിയോ എടുക്കാൻ പറ്റിയ സാഹചര്യത്തിലല്ലായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ ആൾ ഫുഡ് എടുത്ത് കൊടുക്കലൊക്കെ കൂടി അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കലൊന്നും നടക്കില്ല. ഇതിപ്പോൾ തൽക്കാലം ഞാൻ ഫോൺ ഇവിടെ ചാരും വെച്ച് വീഡിയോ എടുക്കുകയാണ്. എനിക്കാണെങ്കിൽ അവിടെ അടുക്കളയിലുണ്ടാകുമ്പോൾ പിന്നെ എനിക്ക് വീഡിയോ ഒട്ടും എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ കുറച്ച് നെയ്യൊക്കെ വെച്ച് മുന്തിരി ഇട്ടാണ് കേട്ടോ. അപ്പോൾ പായസം ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ മോൾ അടുക്കളയിൽ കിടന്ന് ചുറ്റിത്തിരിയാണ്. ആകെ ചെറിയൊരു അടുക്കളയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഭാഗം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അവർ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് ആട്ടം ചുറ്റി നിൽക്കുന്നുണ്ട്. ചൂടുള്ളതൊക്കെ ഇവിടെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എടുത്ത് വലിക്കും. അവന് കയ്യെത്തുന്നതൊക്കെ അവ എടുത്ത് വലിച്ച് വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ചൂടുള്ള പാലാണ് ഇരിക്കുന്നത്. എന്താണ് കരിഞ്ഞിരിക്കുന്നത് വെച്ചാൽ സമാവറിൻ്റെ മുകളിൽ വെച്ച പാലിൻ്റെ പാത്രമാണ് കേട്ടോ. നിങ്ങളെന്താണെന്ന് ചോദിക്കും. അപ്പോൾ അത് കൊടുന്ന് വെച്ചാൽ ആ പാൽ തന്നെ എടുക്കാം. അപ്പോൾ ചായക്ക് എടുത്തതിൻ്റെ ബാലൻസ് പാലല്ല ചൂടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോൾ വന്നെത്തിയൊക്കെ ഉണ്ട് കേട്ടോ. മോളൊക്കെ വട്ടം ചുറ്റി നിൽക്കുക തന്നെയാണ്. പായസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. സേമിയ ഉണ്ടാക്കാൻ കാലി സേമിയാണ് കേട്ടോ. പിന്നെ സവനരി അങ്ങനെ ഒന്നും ചേർക്കണില്ല, അവൾക്ക് ഇഷ്ടമല്ല. കാലി സേമിയാണ് അവൾക്ക് ഇഷ്ടമുള്ളൂ. വേറെ എന്ത് ചെറുപയർ പായസം ഉണ്ടാക്കിയാലും ഒന്നും അവൾക്ക് ഇഷ്ടമല്ല, ഒന്നും അവൾ കഴിക്കില്ല. അപ്പോൾ സേമിയ വറുക്കാണ് കേട്ടോ. ആ നെയ്യിൽ തന്നെ മുന്തിരി വറുത്തെടുത്തു. അപ്പോൾ നെയ്യിൽ തന്നെ സേമിയ വറുക്കാണ്. വണ്ടിപ്പരിപ്പ് ഞാൻ പിന്നെ വാങ്ങിയിട്ടില്ല, ലൂസ് വാങ്ങണം. പാക്കറ്റ് വാങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ മുന്തിരി ഞാൻ ലൂസ് വാങ്ങി. അണ്ടിപ്പരിപ്പ് ഇവിടെ ലൂസ് ഇല്ല, അരീക്കോട് പോകണം അണ്ടിപ്പരിപ്പ് കിട്ടണമെങ്കിൽ. അപ്പോൾ മുന്തിരി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് നെയ്യൊക്കെ ചേർത്ത് വറുത്തെടുത്തു. പിന്നെ അതിലേക്ക് സേമിയൊക്കെ ഇട്ട് പാലിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ പാലാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ പാലിലാണ് ഞാൻ വേവിക്കുന്നത്, വേറെ വെള്ളത്തിലല്ല. വെള്ളത്തിൽ വേവിച്ചാലും ടേസ്റ്റില്ല. പിന്നെ പാലിൽ തന്നെ വേവിക്കുക. വലിയ ചൂടുള്ള വെന്ത പാലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. പാല് വറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേവുള്ള വെള്ളവും ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി പാലിലാണ് ഞാൻ സേമിയ വേവിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് പായസം മാത്രമേ ഉണ്ടാക്കി കൊടുക്കണുള്ളൂ. അപ്പോൾ ഇനി കുറച്ച് ദിവസം കഴിയട്ടെ.
എന്താ വെച്ചാൽ ഒന്നാമത്തെ ഒന്ന് വയ്യ, പിന്നെ കുട്ടികൾക്ക് ക്ഷീണമായി. അപ്പോൾ കുറച്ച് മധുരമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ സേമിയ എന്തായാലും വെന്തിട്ടുണ്ട്. പിന്നെ ശർക്കരയും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കണം. ശർക്കര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചില്ല. ഇനി വീണ്ടും കടയിൽ പോയി ശർക്കരയൊക്കെ മേടിച്ചിട്ട് വന്നു. അപ്പോൾ ചെറിയൊരു കൊച്ചു വീഡിയോ ആണ്. പിന്നീട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ വീഡിയോക്ക് വോയിസ് കൊടുക്കുന്നതും അപ്ലോഡ് ചെയ്യുന്നതൊക്കെ അപ്പാണ്. ഓൺ വോയിസ് കൊടുത്താൽ സൗണ്ടില്ല. നിങ്ങൾ കണ്ടില്ലേ, താത്താൻ്റെ വീഡിയോ സൗണ്ടേ ഇല്ലല്ലോ ആ വീഡിയോയ്ക്ക്. എൻ്റെ ഫോൺ കംപ്ലൈൻ്റാണ്. ഫോണിൽ തീരെ വോയിസ് സൗണ്ടില്ല. പിന്നെ ഒത്തിരി ഒച്ചത്തിൽ സംസാരിക്കണം. ഞാൻ ഇൻഷോട്ടിലാണ് വോയിസ് കൊടുക്കൽ. അങ്ങനെ വോയിസ് കൊടുത്തിട്ട് എന്നിട്ട് ഞാൻ അപ്ലോഡ് ആക്കുന്നത്. പിന്നെ വൈഫൈ ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വീഡിയോ ഇടാനും കഴിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൊച്ചു വീഡിയോ. ബാക്കി കാണിക്കാം. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കുഞ്ഞു വിശേഷം. മോൻ്റെ ഹാപ്പി ബർത്ത്ഡേ ചെയ്യണം കേട്ടോ എല്ലാവരും. നമുക്ക്